ഇവിടെ പൂജാവിധാനങ്ങൾ അത് വിശിഷ്ടമാണ്. ബഹുപേര വിധാനത്തിൽ പൂജയാണ് ഇവിടെ നടത്തുന്നത്. ശ്രീകോവിലിനുള്ളിൽ അഭിഷേകം ഇല്ല. കടുശർക്കര വിഗ്രഹമായത് കൊണ്ട് അഭിഷേകം, അർച്ചന, ഉത്സവം, പഞ്ചലോകത്തിൻ്റെ ചെറിയ വിഗ്രഹങ്ങൾ ഇവിടെ ഉള്ളിലുണ്ട്. അത് എല്ലാ ദിവസവും രാവിലെ അഭിഷേക വിഗ്രഹം പുറത്തു കൊടുന്ന് മുഖമണ്ഡപത്തിൽ വെച്ച് അഭിഷേകം ചെയ്ത് അകത്ത് വെക്കുന്ന ഒരു താന്ത്രിക വിധിയാണ് ബഹുപേര വിധാനം. എല്ലാ അമ്പലത്തിൽ ഏകഭൈരവ വിധാനത്തിൽ പൂജ, അഭിഷേകം നടത്തുന്നത്. പക്ഷേ ഇവിടെ ബഹുപേര വിധാനം അറിയുന്ന, താന്ത്രിക വിധി അറിയുന്ന മേശാന്തി ആയിരിക്കണം. അതാണ് ഒരു വിശേഷത. പിന്നെ പൂജാവിധാനം രാവിലെ ഒരു അഭിഷേകം കഴിഞ്ഞ ശേഷം പിന്നെ അഭിഷേകം ഇല്ല. വഴിപാടൊക്കെ നടത്തും, പക്ഷേ പിറ്റേ ദിവസമാണ് അഭിഷേകം. ഇടയ്ക്കിടയ്ക്ക് അഭിഷേകമൊന്നും ഇവിടെ നടത്താറില്ല. ആ വഴിപാട്, പ്രാർത്ഥന, സങ്കല്പം, ആരത്തി അങ്ങനെ രാവിലെ പൂജാ സമയത്ത് മാത്രം, ഉച്ചപൂജ സമയത്ത് മാത്രം, അതേപോലെ വൈകുന്നേരം രാത്രി 7:30 മണിക്കും പൂജ, ആ സമയത്ത് മാത്രം ആരത്തി ഇതൊക്കെ നടത്തുള്ളൂ. ഇവിടെ ദിവസത്തെ 3 നേരം പൂജ ഉണ്ട്. രാവിലെ 5:30 മണിക്ക് തുറന്നാൽ ഉച്ചയ്ക്ക് 12:30 മണി കഴിഞ്ഞിട്ട് 1 മണിക്ക് അടക്കുള്ളൂ. വൈകുന്നേരം 5:30 മണിക്ക് തുറന്നാൽ രാത്രി 8 മണിക്കും പൂജ കഴിഞ്ഞ ശേഷം നട അടക്കും. അതുമല്ലാതെ എല്ലാ ദിവസവും ഇപ്പോൾ അന്നദാനം, ഭക്ഷണം എല്ലാവർക്കും ഭക്താദികൾ പൂജാസമയത്ത് ഉച്ചയ്ക്ക് എത്ര ആളുണ്ട് അവർക്ക് എല്ലാവർക്കും ഇവിടെ ഭക്ഷണം ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. ഇതെല്ലാം ഭക്തജനങ്ങളുടെ സംഭാവന കൊണ്ടാണ് ഈ ഇവിടുത്തെ ചെലവ് വരുമാനം നടത്തുന്നത്. വേറെ ഏതും വരുമാനം ഇവിടെ ഇല്ല. അമ്പലത്തിൻ്റെ ചുറ്റമ്പലം ഉപദേവന്മാരുണ്ട്. മഹാഗണപതി ഇവിടെ ഉപകൂടിയാണ്. അതേപോലെ വേദാവതി ദേവിയുടെ ഒരു ക്ഷേത്രം ഇവിടെയുണ്ട്. ഗോശാലകൃഷ്ണ അമ്പലം അത് ഒരുപാട് പഴക്കമുള്ള അമ്പലമാണ്. അത് അമ്പലത്തിൽ ചുറ്റു വരുമ്പോൾ പ്രദക്ഷിണ വരുമ്പോൾ കാണാം. അതേപോലെ ദുർഗാ അമ്പലം, വനശാസ്താവ്, പിന്നെ ചില തെയ്യങ്ങളും സബ്കൽപ്പുണ്ട്. ഉള്ളാക്കൽ, ബബ്ബരിയ, അങ്ങനെയുള്ള രക്തേശ്വരി തെയ്യ എന്നുള്ള ചുറ്റമ്പലത്തിൽ കാണാൻ കിട്ടും. രാവിലെ എല്ലാ ദിവസവും 3 നേരം പൂജയുണ്ട്. അതേപോലെ കുംഭമാസം 14-ാം തീയതി വാർഷിക ഉത്സവമാണ്. ഒറ്റ ഒരു ദിവസം ഉത്സവമാണ് ഇവിടെ. കൊടിമറ ഇല്ലാത്ത കൊണ്ട് ഒറ്റ ഒരു ദിവസം മാത്രം ഇവിടെ ഉള്ളൂ. പിന്നെ തുലാമാസം 1-ാം തീയതി പുത്തേരി സമർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. എല്ലാ സംക്രമണത്തിൻ്റെ ദിവസം രാവിലെ ഗണപതി ഹോമം, വൈകുന്നേരം ദുർഗാ നമസ്കാര പൂജയുണ്ട്. അതേപോലെ മാസത്തിൽ 1 നവക ശുദ്ധി കലശം തന്ത്രി മുഖേന വന്നിട്ട് ഇവിടെ നടത്താറുണ്ട്.